പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശമില്ലാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനോട് എത്താൻ പറ്റില്ല. അല്ലെന്നേ, ഞങ്ങൾ യോഗം ചേർന്നതിൻ്റെ പ്രസിഡന്റ് വീട്ടിലേക്ക് പോയി. അപ്പോൾ വേറെ യോഗത്തിനാണ് ഞങ്ങളവിടെ നിന്ന് അദ്ദേഹം പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിന്നെ അദ്ദേഹം വീണ്ടും AICC വരുന്നത് എന്തിനാ? അപ്പോൾ രാഹുൽജിയും പറഞ്ഞു അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങോട്ട് പോയതാ. AICC വീട്ടിലേക്ക് പോയ അദ്ദേഹം വീണ്ടും അരമണിക്കൂർ ഓളം യാത്ര ചെയ്തിട്ട് വീണ്ടും AICC വരണ്ടല്ലോ. കോൺഗ്രസ് പ്രസിഡൻ്റല്ലേ, ഞങ്ങൾ അങ്ങോട്ടല്ലേ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ചർച്ച ചെയ്ത് അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോയത്. അതൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ഒരു പാർട്ടിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ. ഞങ്ങൾക്ക് 24 അക്ബർ റോഡിൽ ഓഫീസുണ്ട്, ഇന്ദിരാഭവനിൽ ഓഫീസുണ്ട്, രാഹുൽ ഗാന്ധി വീട്ടിൽ പോവാം, 10 ജനുവരിയിൽ അദ്ദേഹത്തിന് ഓഫീസുണ്ട്, കോൺഗ്രസ് പ്രസിഡൻറ്റിൻ്റെ വീട്ടിൽ പോവാം. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവില്ലേ? അതൊക്കെ നിങ്ങളിങ്ങനെ ഭയങ്കര സംശയത്തിൽ വാർത്തയുടെ അല്ലല്ല, ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. എല്ലാ തീരുമാനവും ഞങ്ങളായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങളായിട്ട് ആലോചിക്കാതെ അവർ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം എടുക്കില്ല. ഞങ്ങളുമായിട്ട് സംസാരിക്കും. അത് അങ്ങനെ മാറ്റി വെച്ചതല്ല, തർക്കത്തിൽ മാറ്റി വെച്ചതല്ല. അത് വേറെ ചില കാര്യങ്ങൾ, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചില കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 3 ദിവസം ഡൽഹി ചെലവഴിച്ചെന്ന് നിങ്ങൾ അവിടുത്തെ ഓഫീസിലെ ചേട്ടന്മാരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കി, സീനിയേഴ്സിനോട്. പണ്ട് എത്ര ദിവസം ഇവിടെ ചെലവഴിക്കാറുണ്ടെന്ന് ചോദിച്ചു. അല്ലല്ല, പണ്ട് ഇവിടെ എത്ര ദിവസം ചെലവഴിക്കാറുണ്ടെന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കും. ഇവിടെ ആയിരക്കണക്കിന് ആളുകളും 2 ആഴ്ച 3 ആഴ്ച. ഒരു പ്രശ്നം എന്താ പറയുക, പ്രതിപക്ഷ നേതാവ് തന്നെയാണ് 24 മണിക്കൂർ ഒരു കണക്ക് പറഞ്ഞത്. അതാണ് അത് ഇയാൾ പല പ്രാവശ്യമായി ചോദിക്കുന്നു. മലയാളത്തിലല്ലേ ഞാനിപ്പോൾ പറഞ്ഞു തന്നത്. ആദ്യത്തെ 24 മണിക്കൂർ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ പറ്റാതെ പോയെന്ന് പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടും 3ാമത്തെ 4ാമത്തെ പ്രാവശ്യമാണ് ചേട്ടൻ ചോദിക്കുന്നത്. വേറെ ഉദ്ദേശമില്ലാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാൻ, നിങ്ങൾക്ക് എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം, സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചെയർമാനോട് എത്താൻ പറ്റില്ല. അന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് നിങ്ങളിത് കാണാതെ നടിച്ചിട്ട് അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലും അദ്ദേഹം ഡയാലിസിസ് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, താങ്കൾക്കും അറിയാം. എന്നിട്ടും ആ 24 മണിക്കൂറിന് ചോദ്യം ചോദിക്കുന്നതിൽ ഒരു ദുഷ്ടലാക്കുന്നുണ്ട്. അത് തെറ്റാണ്. 5ാമത്തെ പ്രാവശ്യം ഇയാൾ എന്നോട് ചോദിക്കും. മലയാളത്തിൽ പറഞ്ഞ അദ്ദേഹം ഒരാൾക്ക് സുഖമില്ലാതായാലോ ഞാനിപ്പോൾ വീട്ടിലേക്ക് എത്താം എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് എന്തെങ്കിലും തലയുറ്റി താൻ വീണ് കഴിഞ്ഞാൽ താൻ വീട്ടിലെത്തുന്ന സമയത്ത് അല്ല, അത്രയും അല്ലല്ല, അതെല്ലാവർക്കും അറിയാം. ഒരു ചർച്ചയല്ല, എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാമായിരുന്നു എന്തുകൊണ്ടാണ് ആദ്യത്തെ 24 മണിക്കൂർ നടന്നില്ലെന്ന്. അത് അറിഞ്ഞിട്ടും ഇയാളെ പോലത്തെ ആളുകൾ ഈ റിപ്പോർട്ടർ TVക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലത്തെ പ്രചരണം നടത്തിയിരുന്നത് അത് മനഃപൂർവ്വമായിട്ട് ഞങ്ങളെ ഈ സർക്കാരിൻ്റെ സൂചിപ്പിക്കാനും കോൺഗ്രസിൽ കുഴപ്പമാണെന്ന് അറിയിക്കാനും വേണ്ടിയുള്ള മനഃപൂർവ്വമായിട്ടുള്ള പ്രവർത്തനം. എന്തായാലും K. സുധാകരൻ ഒരു പ്രശ്നം പാർട്ടിക്ക് ഉണ്ടാക്കില്ല എന്ന് ഉറച്ച ബോധ്യവും വിശ്വാസവും. അദ്ദേഹം കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്, ഞങ്ങളുടെയൊക്കെ നേതാവാണ്, കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. പിന്നെ നിങ്ങൾ ഞാൻ ചെന്നിട്ട് വേണ്ടേ നമ്മളിതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്? നമ്മളവിടെ ചെല്ലണ്ടേ? നാളെ പറവൂരിലേക്ക് പോകും. അല്ല, കൊച്ചിക്ക് പോയിട്ട് പറവൂർ പോയ ആളൊക്കെ കാണണ്ടേ? എന്നിട്ട് അത് ചെന്നിട്ട് നോക്കണം. അവർ എല്ലാം പ്രവർത്തകർ തീരുമാനിച്ചു വെച്ചതാണ് ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇന്ന് പറവൂരില്ലേ?